ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കുരങ്ങൻചോലയിലെ മിന്നൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികളുടെ മൃതദേഹം വെള്ളില ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്തു. ഒരുമിച്ച് കളിച്ചു വളർന്ന യുവാക്കളെ നഷ്ടമായതിന്റെ വേദനയാണ് വെള്ളില ഗ്രാമം. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തം നടന്നത്. വെള്ളില സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫായിദ് എന്നിവരാണ് ഇടിമിന്നലേറ്റ് മരണപ്പെട്ടത്. വെള്ളില ടസ്കർ ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനത്തിന് വെച്ചത്. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നത്. നമ്മളെ ദുഃഖം തിരക്കം കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ആരും തന്നെ പോകേണ്ട ആവശ്യമില്ല, വളണ്ടിയേഴ്സ് മാത്രം കൈകാര്യം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ട കുഞ്ഞനിയന്മാരുടെ മയ്യത്ത് കടന്നു വരികയാണ്. നമ്മുടെ നാട് ഒരു യാത്രയയപ്പ് നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. വെള്ളില കടിക്കാസിറ്റി നമ്പൂരിക്കാട് കുരങ്ങൻചോല വ്യൂ പോയിന്റിന് സമീപം ചൊവ്വാഴ്ചയുണ്ടായ ഇടിമിന്നൽ ദുരന്തം ഒരു പ്രദേശത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. ഒരുമിച്ച് വളർന്നും പഠിച്ചും സഞ്ചരിച്ചും നടന്ന 4 യുവാക്കളെ നഷ്ടമായ വേദനയിലാണ് വെള്ളില ഗ്രാമവും പരിസര പ്രദേശങ്ങളും. 4 പേരുടെയും മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. ശേഷം വെള്ളില ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ഈ കുട്ടികളെ നെഞ്ചേറ്റ് എല്ലാവർക്കും അവസാനമായി ഈ പിഞ്ചോമനകളുടെ മുഖം കാണേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ നാട്ടുകാർക്കും ബന്ധുക്കാർക്കും പ്രത്യേകിച്ചും അധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഉണ്ടാക്കേണ്ടതുണ്ട്. സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നത്. തുടർന്ന് വെള്ളില മഹല്ല് ഖബർസ്ഥാനിൽ കബറടക്കി. മരണപ്പെട്ടവരിൽ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഫലം കാത്തിരുന്ന വിദ്യാർത്ഥിയും +2 വിദ്യാർത്ഥിയും ഉൾപ്പെട്ടത് സഹപാഠികളെയും അധ്യാപകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. മങ്കട ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ സിയാദും മങ്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ റയീസും ഇനി ഓർമ്മകളിൽ മാത്രം ബാക്കിയാകുമ്പോൾ സ്കൂൾ ക്യാമ്പസുകളിലും നൊമ്പരമാണ്. മഴയും മിന്നലും കനത്ത സാഹചര്യത്തിൽ കുരങ്ങൻചോല മലമുകളിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർ ജീവൻ പണയം വെച്ചാണ് ഓടിയെത്തിയത്. ഇടിമിന്നലേറ്റ് യുവാക്കൾ വിവിധ ഭാഗങ്ങളിലേക്ക് തെറിച്ചു വീണ നിലയിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഇരുട്ടും കനത്ത മഴയും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായെങ്കിലും നാട്ടുകാരുടെ ജാഗ്രതയും കൂട്ടായ്മയും ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്തായി. പെരിന്തൽമണ്ണ, മലപ്പുറം ഫയർഫോഴ്സ് യൂണിറ്റുകൾ, മങ്കട പോലീസ്, ട്രോമ കെയർ പ്രവർത്തകർ, സിവിൽ ഡിഫൻസ് അംഗങ്ങളെ, സന്നദ്ധ സംഘടനകളുടെ വോളണ്ടിയർമാർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേരാണ് മണിക്കൂറുകളോളം മലമുകളിൽ തെരച്ചിൽ നടത്തിയത്. അപകട സാധ്യത നിലനിന്നിട്ടും മഴയും ഇരുട്ടും അവഗണിച്ച് യുവാക്കളെ കണ്ടെത്താൻ നാട്ടുകാർ തെരച്ചിൽ നടത്തി. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടർന്നു. പരിക്കേറ്റ റോഷൻ, ഇഷാന്ത്, സൽമാൻ ഫാരിസ് എന്നിവരെ ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റി. ഔദ്യോഗിക ടൂറിസ്റ്റ് കേന്ദ്രമല്ലെങ്കിലും ദിവസേന 100 കണക്കിന് ആളുകളാണ് കുരങ്ങൻചോലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നത്. എന്നാൽ സുരക്ഷാ സംവിധാനങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് വലിയ ആശങ്കയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. മഴക്കാലങ്ങളിൽ ഇടിമിന്നൽ സാധ്യതയുള്ള സമയങ്ങളിലും ആളുകളുടെ പ്രവേശനം നിയന്ത്രിക്കണമെന്നും പ്രദേശത്ത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തമാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്.